താങ്കൾ MBA പാസ്സായ ഒരു ജോലിയിലിരിക്കുന്ന വേളയിലല്ലേ വിവാഹത്തിലേക്ക്? അതെ അതെ. അന്ന് പക്ഷെ ഇത് ആലോചിച്ച് ഉറപ്പിച്ചോണ്ട ചെയ്ത വിവാഹമല്ലേ? അറേഞ്ച് മാരേജ്. അതും കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു കുടുംബത്തിൽ. എങ്ങനെയാ താളം തെറ്റിയത്? ഫസ്റ്റ് നൈറ്റ് ആണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. ഹീസ് എൻ ആൽക്കഹോളിക് എന്നുള്ള കാര്യം എനിക്ക് ആയിരിക്കാം എന്നുള്ള കാര്യം. ബിക്കോസ് ആരും ഫസ്റ്റ് നൈറ്റിൽ ലേറ്റ് ആയിട്ട് കുടിച്ച് എനിക്കറിയില്ല. ഞാൻ മാത്രമല്ല, എനിക്ക് ആരും ഞാൻ അങ്ങനെ കുടിച്ച് കണ്ടിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ആരും ഫാമിലിയിൽ ആരും സ്മോക്ക് ചെയ്യുന്നതോ ഡ്രിങ്ക് ചെയ്യണതോ അത് ഞാൻ ഒരിക്കലും ഡ്രിങ്കിങ് തെറ്റാണെന്ന് പറഞ്ഞില്ല. എല്ലാം വേണം, ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണം. സ്മോക്കിങ്ങിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് ആണ്. പക്ഷെ ഡ്രിങ്കിങ് വൺസ് ഇൻ എ വൈൽ ഞാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്ന ഒരാളല്ല. മറ്റത് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, മറ്റുള്ളവർക്കും ചുറ്റുമുള്ളവർക്കും അത് കേടാണ്, എൻവയോൺമെന്റിനും അത് കേടായതുകൊണ്ട് ഞാൻ അതിന് അത്രയും തകർന്നു പോയില്ല. ശരിക്കും ഒരു ഷോക്ക് ഓഫ് മൈ ലൈഫ് ആയിരുന്നു. ബിക്കോസ് ഇത്രയും കല്യാണാലോചനകൾ വന്ന് ഇത്രയും ഇതൊക്കെ വന്നിട്ട് ഞാൻ ഫൈനലി ഓക്കെ പ്രഷറിലൊക്കെയാണ് വന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും അത് എന്റെയും കൂടി ഒരു ഡിസിഷനാണ്. നേരത്തെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ അല്ലേ? ഇല്ല, വളരെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു 1 വീക്കിന് മുമ്പ്, കല്യാണത്തിന് 1 വീക്കിന് മുമ്പാണ് ഞാൻ വന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു കല്യാണം. അപ്പം അധികം സമയം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം വേണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഭയങ്കര പൊട്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരു ഡിസിഷൻ നിന്ന് എടുക്കാൻ ഉള്ളൊരു വോയിസ് എനിക്കില്ലായിരുന്നു. അത് ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറ്റു പെൺകുട്ടികളുടെ അടുത്ത് പറയും, എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കട്ടെ. ശരിക്കും പരിചയപ്പെട്ട ശേഷമേ വിവാഹത്തിന് സമ്മതിക്കാവുന്ന. ഡെഫിനറ്റ്ലി. മാത്രമല്ല കുറച്ച് സമയം എടുത്ത്, മാത്രമല്ല വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ്. കല്യാണമേ വേണ്ടെന്ന് വെച്ചാൽ ഓൺലി ഇഫ് യു മീറ്റ് ദ റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ മാത്രം, എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ മാത്രം. എളുപ്പമാണോ? എന്നാൽ പോലും എത്രയോ വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചവര് എത്രയോ പേര് തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും നമുക്കൊരു ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ടാങ്കിളാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു എഗ്രിമെന്റിനോട് ഇപ്പൊ എനിക്ക് അത്ര ഒരു ഇത് ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ എനിക്ക് അതിനോട് ഇപ്പം ഇനിയൊരു ഇത് വേണമെന്ന് വെച്ചാൽ ഐ വുഡ് സേ നോ. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് എനിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരുന്നു. ഒരു സമയത്തും അത് പറഞ്ഞ് ശരിയാക്കാനുള്ള ഒരു സാഹചര്യം ഒരുപാട് ശ്രമിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിലുള്ള ഒരു കുട്ടി 3.5 years ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്റെ വിലപ്പെട്ട ടൈമാണ്. അത്രയും മനസ്സിലാക്കിയിട്ട് പോലും ഞാൻ ലെറ്റ് ഹിം ചേഞ്ച് അല്ലെങ്കിൽ ഐ വിൽ ബി വിത്ത് യു എന്നുള്ള അവസരങ്ങൾ പലതും ഞാൻ കൊടുത്തു. മാത്രമല്ല ആ ബ്രാൻഡിനെ ആലോചിച്ചിട്ട്, അതിന്റെ പുറകിൽ നിൽക്കുന്ന നെയ്ത്തുകാരെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ സഹിച്ചു പോയിട്ടുണ്ട്. ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തോ തുടക്കം മുതൽ. ബിക്കോസ് ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഡാഡിയുടെ, അതായത് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു തുടങ്ങി, മോള് അവൻ ഇങ്ങനെ ആണ്, അപ്പം മോള് വേണം ഇനി അത് ഏറ്റെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞ് പല മാറ്റങ്ങളും അവിടെ, ബിക്കോസ് ഇത്രയും പഴമയുള്ള അവര് തമ്മിലുണ്ടായിരുന്നു. അപ്പം അതാണ് പറയാം. അപ്പം എല്ലാം എൻ്റെ ഷോൾഡറിൽ ആയത് ഒരു ഇതായിരുന്നു. പിന്നെ ബാക്ക് എൻഡ് നമ്മുടെ ഒരു നെയ്ത്തുശാല പോയി കണ്ടപ്പോൾ എനിക്ക് ഹാർഷ് റിയാലിറ്റി മനസ്സിലായത്. ദാറ്റ് നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് കാണുന്ന ഒരു കാര്യമല്ല. കസ്റ്റമേഴ്സ് വരുന്നു, ഭയങ്കര സന്തോഷമായിട്ട് അവർ വാങ്ങി പോകുന്നു, അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു. ബിക്കോസ് ഇത്രയും ഒരു 260-year-old, വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന അത്രയ്ക്കൊരു വലിയ ബ്രാൻഡാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവര് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ഓരോന്നും അവരുടെ എക്സ്പീരിയൻസ് ഫ്യൂച്ചറിൽ ഞാൻ അത് എവിടെ ആയിരുന്നാലും ഞാൻ എന്റേതായിട്ട് രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിൽഡ് സംതിങ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് കൈത്തറി എന്താണെന്നോ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയർ, സാരി അങ്ങനെ ഒന്നും അറിയാന്നുള്ള ഒരാളായിരുന്നു. ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് കൈത്തറി മേഖലയിലേക്ക് കടക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി അതല്ല ഞാൻ പറയില്ല, ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി, അവിടുത്തെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് വീവേഴ്സ് വില്ലേജ് ഞാൻ തുടങ്ങിയത്. അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ബിക്കോസ്
ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അങ്ങനെ ഒരു ബ്രാൻഡ്, എസ്റ്റാബ്ലിഷ്ഡ് ഒരു ബ്രാൻഡാണ്. അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. എനിക്കൊരു സീറോ വേസ്റ്റ് ഒരു പ്രോജക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള, മറ്റേത് ഇസ് എ ബിസിനസ് ഓറിയന്റഡ്. തുടങ്ങിയെടുത്തുനിന്ന് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെക്കാറില്ലായിരുന്നു. അതാ ഞാൻ എക്സിബിഷൻസ് ആണ് ഇട്ട് തുടങ്ങിയത്. അല്ല, ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സ്ഥാപനത്തിനകത്ത് ആദ്യത്തെ എക്സിബിഷൻ ഇട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൽ വന്ന പ്രോഫിറ്റ് മൊത്തം അതിലേക്ക് തന്നെ പോയി എന്നുള്ളൊരു കാര്യമാണ്. അതോടെ മനസ്സിലായി ദാറ്റ് അവിടെ ചെയ്യുന്ന ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ പല സ്ഥലത്തായിട്ട് പിന്നെ രമ്യ എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തു, ഞങ്ങളൊരു ടീം ബിൽഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ സർസസ് എന്ന് പറഞ്ഞൊരു NGO. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു എസ്കേപ്പിസം ആയിരുന്നു ഈ ഒരു ബ്രാൻഡും അതുപോലെ തന്നെ NGO വർക്കും.